അപ്പോഴേ ഇന്ന് നല്ല തേങ്ങ അരച്ച് ആവോലിക്കറി കണ്ടാലോ. എന്നോട് പലരും ചോദിക്കാറുണ്ട് കേട്ടോ, ഞാൻ ഈ കുക്കിംഗ് വീഡിയോസ് ഇടുന്നതുകൊണ്ടാണോ എന്നൊന്ന് അറിഞ്ഞൂടാ, ഫുൾ ടൈം കിച്ചണിലാണോ, ഇതിൻ്റെ ഇടയിൽ ജിമ്മിലൊക്കെ എങ്ങനെയാണ് പോണേ, ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ സമയം എങ്ങനെയാണ് കണ്ടെത്തണേ, ഇവിടെ അടുക്കളപ്പണി കഴിഞ്ഞിട്ട് ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നൊക്കെ. ഇതിനൊക്കെ ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എല്ലാം ടൈം മാനേജ്മെൻ്റ് ആണ്. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്, ബട്ട് അത് മാനേജ് ചെയ്യുന്നതിലാണ് കാര്യം. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു ഹൗസ് വൈഫാണ് കേട്ടോ. എന്ന് വെച്ച് ഫുൾ ടൈം കിച്ചണിൽ നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എന്നാൽ അതേസമയം എന്തെങ്കിലും തട്ടിക്കൂട്ടി കിച്ചണിൽ ഉണ്ടാക്കി വെക്കുന്ന ആളുമല്ല. എൻ്റെ ഡേ സ്റ്റാർട്ട് ആവുന്നത് മോർണിംഗ് ഒരു 5:30-6 ജിമ്മിൽ പോകും, തിരിച്ചു വരും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, അതിൻ്റെ ഇടയിൽ വീട് ക്ലീൻ ചെയ്യും, ലഞ്ച് പ്രിപ്പയർ ചെയ്യും. ഒരു 12:30 ആകുമ്പോഴേക്കും ഒരുവിധം എല്ലാം കഴിയും. പിന്നെ ഫ്രഷായി ലഞ്ചൊക്കെ കഴിച്ച് എൻ്റേതായ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് തീർക്കും. വീഡിയോ എഡിറ്റ് ചെയ്യും, സ്ക്രിപ്റ്റ് ഉണ്ടാക്കും, അങ്ങനെയെല്ലാം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് TV കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, എല്ലാത്തിനും സമയം കിട്ടാറുണ്ട്. ആക്ച്വലി നമ്മൾ ജിമ്മിൽ പോകുക അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാകണം കേട്ടോ. അതിന് ഇമ്പോർട്ടൻസ് ഞാൻ പോലും ഈ അടുത്താണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഫിസിക്കലി മാത്രമല്ല, മെൻ്റലി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. വീട്ടിൽ ജോലി ചെയ്താൽ മതി, അത് തന്നെ ഒരു എക്സസൈസ് അല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇപ്പോഴിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മണ്ടത്തരാണ് കേട്ടോ. ഡെയിലി ജോലിക്ക് പോകുന്നവർ വരെ ജിമ്മിൽ പോകാനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ട്. ജിമ്മിൽ തന്നെ പോകണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഒരു 1 അവർ നമ്മൾ ഡെയിലി മസ്റ്റായിട്ട് മാറ്റി വെക്കണം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ മാജിക്ക് മനസ്സിലാവും. ഇതൊക്കെ പറഞ്ഞിട്ട് റെസിപ്പി പറഞ്ഞു തന്നില്ല എന്ന് വിചാരിക്കേണ്ട, ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാപ്ഷനിലിടാം കേട്ടോ. അപ്പം ശരി, ബൈ.